ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ, ഞാനിപ്പം നമ്മുടെ ദിലീപേട്ടൻ്റെ കാണാൻ പോവുകയാണ് കേട്ടോ. അത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വർക്കലയിലെ SR സിനിമാസിലാണ് പോണത്. ഇപ്പം ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. സുലൈൻ രുദ്രയില്ല, അവർക്ക് വരാൻ പറ്റൂല. ഞാൻ പോട്ടോ വരട്ടാ? നല്ലപോലെ പറയില്ലെങ്കിൽ കാണുന്നവർ വിചാരിക്കും. അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ സുഹൃത്തുക്കളെ. പോയിട്ട് വന്നിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. ടാറ്റാ. ഹലോ. അപ്പോൾ ഞാൻ നമ്മുടെ ദിലീപേട്ടൻ്റെ ഭയം ഭക്തി ബഹുമാനം സിനിമ കണ്ടു കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ. ഇപ്പം 2 ദിവസമായി വീഡിയോ ഇടാൻ കുറച്ച് താമസിച്ചു പോയി. എനിക്ക് അന്ന് സിനിമ കണ്ടതിൻ്റെ അന്ന് എനിക്ക് ഇടാനുള്ള ടൈമില്ലായിരുന്നു. വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. പിന്നെ ഞാൻ ഇത് എൻ്റെ ഒപ്പീനിയൻ പറയണമെന്ന് ആഗ്രഹിച്ചതെന്ന് പറഞ്ഞാൽ, സാധാരണ യൂട്യൂബിൽ എല്ലാ മൂവിയുടെയും റിവ്യൂ പറയുന്ന ഒരു ഫേമസ് വ്ളോഗർ, ഒരു യൂട്യൂബറുടെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ. സംഭവം എൻ്റെ പൊന്നെ, പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സംഭവം റിവ്യൂ കേട്ടാലും നമുക്ക് മനസ്സിലാവും. പിന്നെന്താണ്, ഒരാളെ ബോധപൂർവം അടിച്ചമർത്തുന്നത് കേട്ടാലും നമുക്ക് മനസ്സിലാവും. നമുക്കിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും, ഞാനിപ്പോൾ ചെറിയ രീതിയിൽ കുറച്ച് നാളെങ്കിലും സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഒരു സിനിമയിൽ എന്തുമാത്രം ആൾക്കാരുടെ കഷ്ടപ്പാടും എന്തുമാത്രം ആൾക്കാരുടെ അധ്വാനം ഉണ്ടെന്നുള്ള കാര്യം കുറച്ചെങ്കിലും, വലിയ രീതിക്ക് അല്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്കറിയാം. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു വ്യക്തിയുടെ പേരിൽ എന്തെങ്കിലും, കാരണം അത് നമുക്കൊന്നും അറിയേണ്ട കാര്യമില്ല. അത് നമ്മുടെ വിഷയമല്ല. അതിൻ്റെ വിഷയം അതിൻ്റെ ഒരു വിഷയം നമുക്കില്ല. നമുക്കൊരു സിനിമ കാണാനായിട്ട്. പണ്ട് നമ്മുടെ ബജ്റംഗ് ഭായ്ജാൻ എന്ന് പറയുന്ന പടം, സൽമാൻ ഖാൻ്റെ ബജ്റംഗ് ഭായ്ജാൻ്റെ ആ സിനിമ ഇറങ്ങിയ സമയത്ത് ഇതുപോലൊരു ഇഷ്യൂ ഉണ്ടായിരുന്ന സമയമായിരുന്നു. പക്ഷേ പല ആളുകളും ആ ഒരു ഇഷ്യൂ പറഞ്ഞ ആ സിനിമ ബഹിഷ്കരിക്കുന്ന രീതിയിൽ, ആ രീതിയിലൊക്കെ പോയി. സംഭവം എൻ്റെ ഒപ്പീനിയനാണ്. ഞാനിപ്പോൾ ഭയെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ, സംഭവം ഞാൻ ഈ പറഞ്ഞ വ്ളോഗർ തന്നെ ഇതേ രീതിയിൽ ഒരു തമിഴ് സിനിമയ്ക്ക് അഹോരാത്രം പുള്ളിക്കാരനെ അങ്ങ് ഇഷ്ടപ്പെട്ട് നല്ല രീതിക്ക് ഭയങ്കര കിടിലം പടമെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിക്ക് റിവ്യൂ കൊടുത്ത ആൾ, അതേ സ്റ്റൈലൊരു മലയാളത്തിലൊരു സിനിമ വന്നപ്പോൾ പുള്ളി നമുക്ക് മനസ്സിലാവും. എന്തായാലും ആ വീഡിയോ കണ്ട് പലർക്കും ഇപ്പോൾ ഒരുപാട് ട്രോളും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. സംഭവം അത് കണ്ടതോടുകൂടി പുള്ളിക്കാരൻ്റെ, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് വീഡിയോസൊക്കെ പുള്ളിക്കാരൻ്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് കണ്ടതോടുകൂടി എനിക്ക് പുള്ളിയെ ശരിക്കും മനസ്സിലായി. എന്താണ് പുള്ളിയുടെ പ്രശ്നം എന്തെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം, അതൊന്നും നമ്മുടെ ഒരു വിഷയമല്ല. പിന്നെ എൻ്റെ ഒപ്പീനിയൻ പറയാം. സിനിമ അവർ അതിൽ ടൈറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നോ ലോജിക് ഓൺലി മാഡ്നസ്. അപ്പോൾ സംഭവം പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ, അത് മാഡ്നസ് എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ, കഴിഞ്ഞു. പിന്നെന്താണ് അവർ പറയുന്നല്ലോ, ഇത് സംഭവം അങ്ങനെയാണ്. ഇത് അങ്ങനത്തെ ഒരു വേറെ യൂണിവേഴ്സിറ്റി നടക്കുന്ന ആ ഒരു രീതിയിലുള്ളൊരു സിനിമയാണ്. അവർ ഫാൻസ് ആ ഒരു ഫാൻസിന് വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു സിനിമയാണ്. സംഭവം നമ്മൾ ഭയങ്കര ബുദ്ധിജീവികൾക്കൊക്കെ കാണാൻ പറ്റിയ സിനിമയൊന്നുമല്ല ഇത്. നമുക്കൊക്കെ അത്ര ബുദ്ധിയേ ഉള്ളൂ. അപ്പം സംഭവം വേറെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. അതായത് പണ്ട് തല്ലുമാല സിനിമ ഇറങ്ങിയ സമയത്ത്, എനിക്ക് തല്ലുമാല സിനിമ ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് ഒരാൾ എന്നെ വിലയിരുത്തി, നിൻ്റെ സംസ്കാരം അങ്ങനെ ആയതുകൊണ്ടാണ് ആ സിനിമയൊക്കെ നിനക്ക് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞ ടീം വരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു സിനിമ ഇഷ്ടപ്പെട്ടതിന് എൻ്റെ സംസ്കാരത്തെ വരെ ചോദ്യം ചെയ്ത ആളുകളുള്ള സ്ഥലമാണ് ഈ നാട്. അപ്പം അതിലൊക്കെ എന്താണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സിനിമ ആസ്വാദനം ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കുമല്ലോ വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആയിരിക്കും. അതായത് വേറൊരു കാര്യം പറയാം, ഒരു തരം ഭക്ഷണം അല്ലെങ്കിൽ ഒരു കറി എൻ്റെ അച്ഛന് ആ ഒരു രീതി, അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ആ ഒരു രീതിയിലുള്ള ആഹാരം മാത്രമേ അവർ കഴിക്കുള്ളായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിനെക്കാട്ടി നന്നായിട്ട് ഞാൻ വെച്ച് തരാം, അടിപൊളിയായിട്ട് വെച്ച് തരാം. അപ്പോൾ പറഞ്ഞു വേണ്ട, അവർക്കത് അറിയാം ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത്. പക്ഷേ അവർ കൊള്ളൂല എന്ന് പറഞ്ഞിരിക്കുകയാണ്. സംഭവം നമ്മളത് കഴിച്ചു നോക്കണം. കഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അത് കൊള്ളാമോ കൊള്ളൂലെന്ന് നമുക്കറിയാൻ പറ്റൂ. അല്ലാതെ ഒരു സാധനം സൈഡിൽ ഇരുത്തിയിട്ട് അത് കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ പറയുന്ന കണക്ക് അത് കൊള്ളൂല എന്നല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ എനിക്കിഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലൊന്നൊന്നുമല്ല. നമുക്ക് തിയേറ്ററിൽ പോയിട്ട് ഒരു 2-2.5 മണിക്കൂർ നമുക്ക് ആഘോഷിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരുന്ന് നല്ല രീതിക്ക് സിനിമ കണ്ടിട്ട് വരാം. നമ്മളിപ്പം പഴയ പണ്ടൊക്കെ നമ്മൾ സിനിമ കാണുന്ന പോലെ
സിനിമ കാണുക, ആസ്വദിക്കുക, വരിക എന്നല്ലാതെ നമ്മളതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാനല്ല നമ്മളിപ്പോൾ തിയേറ്ററിൽ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ഭാഗം ആൾക്കാരും ഇപ്പോൾ അതിനാണ് പോകുന്നത്. ഇത് കണ്ടിട്ട് അതിന് ഏതെല്ലാം രീതിയിൽ അതിൻ്റെ നെഗറ്റീവുകൾ എങ്ങനെ സംഭവം ആസ്വദിക്കുന്നില്ല. സിനിമ എങ്ങനെ എന്താണെന്നുള്ളത് ആസ്വദിക്കുന്നില്ല. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ബബ്ബ എന്ന് പറയുന്ന പടം എന്ന് പറഞ്ഞാൽ അത് ആ ഒരു ജോണറിലുള്ള പടമാണത്. സംഭവം അത് അങ്ങനെയാണ്. അതിനെ നമ്മൾ എന്താണ് റിയൽ ലൈഫിൽ ആ കാര്യങ്ങളുമായിട്ട് അതിൽ നോ ലോജിക്ക്, ഒരു ലോജിക്കും ഇല്ല. അത് അവർ തന്നെ പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ. ഞാൻ ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം. ഞാൻ ദിലീപ് ഫാനല്ല, മോഹൻലാൽ ഫാനല്ല, ഒരു സിനിമ കണ്ട് ഒരു ഫാനും അല്ല. ഞാൻ എല്ലാവരുടെ സിനിമകളും കാണും. അതുപോലെ തന്നെ ഇതിൽ ലാലേട്ടൻ്റെ ഗെറ്റപ്പ്, പിന്നെ ലാസ്റ്റ് ലാലേട്ടൻ്റെ ഡാൻസ് മാരക സാധനമാണ്. ഫാൻസിന് വേണ്ട സാധനങ്ങൾ മുഴുവൻ അതിലുണ്ട് കേട്ടോ. ഫാൻസിന് ഇഷ്ടപ്പെടാത്തവർക്ക് കുറ്റങ്ങൾ പറയാൻ ഒരുപാടുണ്ടാകും. പക്ഷേ ഫാൻസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ സിനിമയിലുണ്ട്. അതുപോലെ തന്നെ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കോംബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ കോംബോ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡ്യൂസർ എന്താണ് ഗോകുലം ഗോപാലൻ സാറ്, പുള്ളിയൊക്കെ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി ഡാൻസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. സ്പോയിലറാണ്. അപ്പോൾ എന്താണ്, നമ്മൾ തിയേറ്ററിൽ പോയിട്ട് തലപൊകഞ്ഞ് ആലോചിക്കാതെ നല്ല രീതിക്ക് ചിന്തിച്ച് അടിപൊളിയായിട്ട് വരാനാണെങ്കിൽ അതിന് ബെസ്റ്റ് പടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ CID മൂസ ആ ഒരു റിപ്പീറ്റ് വാല്യൂ, എനിക്ക് തോന്നുന്നു റിപ്പീറ്റ് വാല്യൂ അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൊള്ളൂല എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും അതിലൊന്നും ഇല്ല. അതുപോലെ തന്നെ മറ്റുള്ള രീതിയിൽ എന്താണ് നമുക്ക് അവരെ ഇപ്പം അടുത്ത് ഞാൻ കൂടുതൽ അതിലോട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. അത് ഞാനല്ല പറയേണ്ടത്. സിനിമയെപ്പറ്റി പറയാമെന്ന് ഞാൻ സിനിമയെപ്പറ്റി പറഞ്ഞു. നല്ലൊരു സിനിമയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചിന്തിച്ച് ബുദ്ധിപരമായിട്ട് ആലോചിക്കാനൊന്നും ഇല്ലാത്ത ആളുകൾക്കാണെങ്കിൽ അടിപൊളിയായിട്ട് പോയി കണ്ടിട്ട് വരാവുന്നൊരു നല്ലൊരു ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം.